കിളിപ്പാടുന്നതപരാധമായോ? ഇരുളിൽ വിതുമ്പുന്ന പൂവേ, നീ വിടരുന്നതപരാധമായോ? ഈ വെണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ? ഈ മണ്ണിലെങ്ങുമേ ആലംബമില്ലയോ? നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ, ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. ഇത് റോസമ്മ അഗസ്റ്റിൻ കോട്ടയം ജില്ലയിലെ വെങ്കോട്ട സ്വദേശിനിയാണ്. കഴിഞ്ഞ 8 വർഷമായി ക്യാൻസർ ബാധിതയാണ് റോസമ്മ. പക്ഷേ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. തുടർ ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 2-3 മാസമായി ആശുപത്രിയിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് നിലവിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2016 ആദ്യം രോഗം സ്ഥിരീകരിക്കുന്നത് അല്ലേ? അതെ, 2016 ബ്രസ്റ്റിനായിരുന്നു ഒരു തടിപ്പ് പോലെ വന്ന് അത് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സി അയച്ചപ്പോൾ റിസൾട്ടിലാണ് ക്യാൻസറാണ് സ്ഥിരീകരിച്ചത്. പിന്നീട് അതിനുള്ള ചികിത്സയായിരുന്നു 5 വർഷത്തോളം. അതിന് മരുന്ന് ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്ത് കീമോതെറാപ്പി റേഡിയേഷനും എല്ലാം കഴിഞ്ഞ് എല്ലാം ഓപ്പറേഷനും എല്ലാം ചെയ്ത് അത് കഴിഞ്ഞാണ് മാമോഗ്രാം ചെയ്തപ്പോഴാണ് ഹാർട്ടിൽ ചുറ്റിനും വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ അത് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് വിട്ട് ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ച് അത് അവർ ഓപ്പറേഷൻ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ അത് ഹാർട്ടിൽ ക്യാൻസറാണ് ഒരു ഡോക്ടർമാർ സ്ഥിരീകരിച്ച്. പിന്നീട് ഞങ്ങളെ തിരുവനന്തപുരം RCCയിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് തൈറോയിഡിലും യൂട്രസിലും ഓവറിലും എല്ലാം ക്യാൻസറിൻ്റെ സ്പ്രെഡ് ചെയ്ത് അത് അവരവിടെ വെച്ച് തന്നെ ഓപ്പറേഷൻ എല്ലാം ചെയ്തു. അപ്പോൾ ഹാർട്ടിന് ക്യാൻസർ ഉള്ളതുകൊണ്ട് RCCയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പിന്നെ ഇപ്പം ശ്വാസം മുട്ടലായിട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പം ശ്വാസകോശത്തിൽ മുഴയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 3 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. 3 മാസം എന്ന് പറഞ്ഞിപ്പോൾ 4-5 മാസത്തോളമായി പോകാതായിട്ട്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ആശുപത്രിയിൽ പോകാൻ പറ്റാത്തത് അല്ലേ? അതെ, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് പോകാൻ പറ്റാത്തത്. ഹസ്ബൻഡ് എന്താണ് ജോലി? ഹസ്ബൻഡ് ചെറിയ വീടുകളിലൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീട്ടിലിരുന്ന്. പിന്നെ ഒരു വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക കൊടുക്കാനും ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പെൻഡിങ്ങിലാണ് വാടക കിടക്കുന്നതല്ല. പക്ഷെ അവരുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നു. മക്കൾ എത്ര പേരാണ്? മക്കൾ 2 പേരുണ്ട്. അവരുടെ വിദ്യാഭ്യാസമൊക്കെ സ്കൂളിലൊക്കെ ഒത്തിരി അവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫീസുകളൊക്കെ ആണെങ്കിലും ഇളവ് ചെയ്യാറുണ്ട്. വാൻ ഫീസും സ്കൂൾ ഫീസും ഒക്കെ. സംസാരിക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുന്നുണ്ടല്ലോ, സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്? സംസാരിക്കുമ്പോൾ കിതപ്പുണ്ട്. കയറ്റം കയറുമ്പോഴൊക്കെ അത് ഈ ഹാർട്ടിൻ്റെ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത്. ഒത്തിരി കട്ടിപ്പണിയൊന്നും ചെയ്യില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നടക്കുമ്പോഴും ഒത്തിരി നേരം വർത്തമാനം പറയുമ്പോഴൊക്കെ പെട്ടെന്ന് കിതപ്പ് വരാറുണ്ട്. നേരത്തെ ഈ ഗാനമേള ട്രൂപ്പിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ആളാണോ? കല്യാണത്തിന് മുമ്പൊക്കെ ഗാനമേള ട്രൂപ്പിലൊക്കെ പാടുമായിരുന്നു. പിന്നീട് ഫംഗ്ഷനൊക്കെ വീടുകളിലൊക്കെ അത്രേ ഉള്ളൂ, അല്ലാതെ പാടാൻ പോയിട്ടില്ല. ഈ താങ്കളുടെ വീഡിയോ, താങ്കളിപ്പോൾ ഒരു പാട്ട് പാടുന്ന വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നാണ്. പക്ഷേ അതിൻ്റെ ഇത്തരത്തിൽ 8 വർഷമായി ക്യാൻസർ പേഷ്യൻ്റാണ്, ചികിത്സയിൽ തുടരുന്ന വ്യക്തിയാണ്, ഒന്ന് പരിചയപ്പെടണമെന്നുകൊണ്ടാണ് അയച്ചു തന്നാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി വീഡിയോ കണ്ടത്. അപ്പം ഇപ്പോഴും അസുഖം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാണ് എങ്കിൽ പോലും അതിനിടയിൽ പാട്ടിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഉണ്ട്. പാട്ടിനോട് അത്രയും താല്പര്യമാണ്, പാടാൻ ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്തിരുന്ന സമയത്ത് പാടിയ പാട്ടുകളാണ് സാറിന് അയച്ചു തന്നതൊക്കെ. ഞാൻ പാടട്ടെ? തീർച്ചയായും പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം
രാഗമേഘം താ കനവായി കണമായി ഉയരാം ഒഴുകാനഴകിയലും പൂവാനമേ ഒരു രാഗമേഘം താ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മധുവീണയായി. അപ്പോൾ അസുഖം മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, പക്ഷേ പാട്ടിനെ അതേസമയം തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഈ വയ്യാത്തൊരവസ്ഥയിലും വിവാഹ വേദികളിലൊക്കെ പാടാൻ അവസരം കിട്ടിയാൽ റോസമ്മ പാടാൻ പോകാറുണ്ട്. കാര്യം അതൊരു സന്തോഷമാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്താണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. ചികിത്സയ്ക്ക് പോലും പണം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ. കഴിഞ്ഞ 8 വർഷമായി ക്യാൻസർ ബാധിതയാണ്. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖവുമുണ്ട്. ട്രീറ്റ്മെൻറ്റിന് പോലും പണം കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കാണുന്ന ആളുകൾ ഇവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകൾ, സുമനസ്സുള്ള ആളുകൾ ഇവരെ സഹായിക്കുക. ഇവരുടെ അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് ഈ വാർത്തയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.